നമസ്തേ. ഈ അധ്യയന വർഷത്തെ 16ാമത്തെ ഭാഗവതത്തിനല്ലേ ഇത്? അപ്പോ നമ്മുടെ എല്ലാവരെയും പ്രസംഗം ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ടു വരികയാണ്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന രാംദാസ് മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഈ വേദി ഇവിടെ ആരംഭിക്കാം. അപ്പൊ ഈശ്വര പ്രാർത്ഥനയ്ക്കായി നിരഞ്ജനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഇന്നത്തെ പ്രസംഗങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ പ്രസംഗം പറയുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ ആദ്യമായി തന്നെ പ്രസംഗിക്കാൻ പോകുന്നത് ആരാംലേട്ടനാണ്. ആരാംലേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനിന്നിവിടെ പറയാനായി പോകുന്നത് ഒരു ഭക്തികഥയെ കുറിച്ചാണ്. ഈ കഥയുടെ പേര് അഭിരാം ഭട്ട. ഈ അഭിരാം ഭട്ട വലിയൊരു അഭിരാം ദേവിയുടെ ഭക്തനായിരുന്നു. ഈ ഭട്ട ജനിക്കുന്നത് ഒരു തമിഴ്നാട്ടിലൊരു തൃക്കുണ്ടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. ആ കുടുംബത്തിലുള്ളവരെല്ലാവരും പഠിച്ചിരുന്നത് വലിയ ആത്മീയതയെ കുറിച്ചും പിന്നെ ഭക്തരെയും കുറിച്ചായിരുന്നു. അങ്ങനെ ഈ ഭട്ട ചെറുപ്പത്തിൽ തന്നെ ഈ ഭട്ടയ്ക്ക് പാട്ടുപാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. ഈ ഭട്ട എപ്പോഴും അഭിരാമി ദേവിയെ പൂജിക്കുമായിരുന്നു. ഈ ഭട്ട എപ്പോഴും പൂജിക്കുകയും പിന്നെ എപ്പോഴും ഇതിനെ കുറിച്ച് ചിന്ത ചെയ്യുകയൊക്കെ ആയിരുന്നു. അത് കാരണം അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഈ ഭട്ടയ്ക്ക് ഭ്രാന്താണെന്നും പിന്നെ അവരുടെ മുന്നിൽ ഈ ഭട്ട ഒരു തമാശക്കാരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഭട്ട വഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ആള് പറഞ്ഞു, ദേവൊരു ഭ്രാന്തൻ പോണു, ഈ ഭ്രാന്തൻ പൂജിക്കുന്നത് ഇല്ലാത്ത ദൈവങ്ങളെയാണെന്ന് പറയണം. വേറെ ആള് പറഞ്ഞു, ഇയാൾ പോകുന്ന ഒരു ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയൊക്കെയാണ്. അത് കഴിഞ്ഞ് ഒരു നാട്ടില് തഞ്ചൂർ എന്ന് പറയുന്ന നാടുണ്ട്. ആ നാട്ടില് ഒരു രാജാവ് ഭരിച്ചിരുന്നു. ആ രാജാവിന്റെ പേരാണ് സുരഭോജ. ഈ രാജാവാണെങ്കിൽ ജനുവരി മാസം അമാവാസി ദിവസം ആ ദിവസം ഒരു കടലിൽ പോയി കുളിച്ച് ഈ ഭട്ടയുടെ നാട്ടിലേക്ക് വരാണ്. അപ്പോൾ ഈ രാജാവ് അവിടെ എത്തിയപ്പോൾ ഈ ഒരാൾ ഒരു അമ്പലത്തിൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. അത് വേറെ ആരുമല്ല, നമ്മുടെ ഭട്ടയാണ്. അപ്പോൾ ഈ രാജാവ് തൻ്റെ കൂടെയുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ആരാന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു, ഇത് ഒരു ഭ്രാന്തനാണ്, ഇയാൾ പൂജിക്കുന്ന ഇല്ലാത്ത ദേവകളെ പൂജിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നു. അപ്പോൾ രാജാവ് അങ്ങനെ അത് നിന്നിട്ട് ആ അമ്പലം ചുറ്റി തൊഴാനൊക്കെ ആയി പോയി. അത് കഴിഞ്ഞ് പോയി തിരിച്ചു വരുമ്പോഴും ഈ രാജാവിൻ്റെ മനസ്സിൽ ഈ ഭട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടിട്ടാണ്. എന്നിട്ട് ഈ രാജാവ് ഈ ഭട്ടനെ കണ്ടു. എന്നിട്ട് ഭട്ടയോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഭട്ടയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനയുടെയും പിന്നെ ആ ഒരു ഇതിലിങ്ങനെ മുഴുകിയിരിക്കുക ദേവിയോടുള്ള ഇതിൽ. എന്നിട്ട് തിരിച്ച് സ്വഭാവം തിരിഞ്ഞപ്പോൾ പിന്നിലായിട്ട് രാജാവ് നിൽക്കുന്നു. അപ്പോൾ ഈ രാജാവ് ഈ ഭട്ടയോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഭട്ട, ഇന്നത്തെ ദിവസം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഭട്ട ദേവിനെ നോക്കിയിട്ട് പറയണം, ഇന്ന് പൂർണ്ണചന്ദ്രമുള്ള ദിവസമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ രാജാവിൻ്റെ മനസ്സിലായി ബാക്കിയുള്ളവർ ഈ ഭട്ടനെ കുറിച്ച് പറയണതൊക്കെ ശരിയാണെന്ന് മനസ്സിലാവാണ്. അത് കഴിഞ്ഞ് ഈ രാജാവ് ഈ ഭട്ടയുടെ അടുത്തും പോയി. ഈ പോയതിന് ശേഷമാണ് ഈ ഭട്ടയ്ക്ക് മനസ്സിലായത് താൻ പറഞ്ഞത് മണ്ടത്തരാണ്, താൻ പറഞ്ഞ തെറ്റെന്ന് മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ ഇന്ന് പൂർണിമ ദിവസമല്ലായിരുന്നു, ഇന്ന്
അമാവാസി ദിവസമായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ ഇത് തെച്ചാണല്ലോ പറഞ്ഞേ. അപ്പോൾ ദേവിയുടെ അടുത്ത് പോയി ഈ ഭട്ട പ്രാർത്ഥിക്കുകയാണ്. ഇനി ദേവിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഈ ഭട്ട എന്ത് ചെയ്യാണ്, ഒരു അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ഉള്ളിൽ വലിയ പലകയുണ്ട്. ആ വലിയ പലകയിൽ 100 കയറുകൾ കിട്ടി. എന്നിട്ട് അത് ഊനാല് പോലെയാക്കി. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇരുന്നിട്ടില്ലേ, അടിയിലൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിൽ തീയിട്ടു. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇരുന്നിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഭക്ത ദേവിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ അസത്യം അത് സത്യമാക്കി തന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ തീയിലേക്ക് എടുത്ത് ചാടുമെന്ന് പറയാണ്. അപ്പോൾ ഈ ഭക്ത എന്ത് ചെയ്യണ്, ഓരോ പാട്ടായിട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ 79 പാട്ട് പാടി 79 കയറുകൾ മുറിച്ചു. അപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു, സന്ധ്യ ഇരുട്ടൊക്കെ. അപ്പോൾ അഭിരാമി ദേവി പ്രത്യക്ഷപ്പെടാണ്. എന്നിട്ട് ഈ അഭിരാമി ദേവിനെ കണ്ടതും നമ്മുടെ ഭട്ടയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഈ അഭിരാമി ദേവി എന്ത് ചെയ്തെന്ന് വെച്ചാല് തൻ്റെ കമ്മലൂരെടുത്തു. എന്നിട്ട് ആകാശത്തേക്ക് എറിഞ്ഞു. അപ്പോൾ അത് പൂർണ്ണചന്ദ്രനായി മാറാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഭട്ടയ്ക്ക് തന്നെ സന്തോഷമായി. ഭട്ട പറഞ്ഞു, അമ്മ എന്നെ അമ്മയുടെ ഭക്തനാക്കി മാറ്റി എന്ന് പറയുന്നു. ഇത് കണ്ട് പുറത്തുള്ള നാട്ടുകാരും അവർക്ക് ഇത് അത്ഭുതകരമായത്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇത് ഭക്തയുടെ അത്ഭുതമാണെന്ന് പറയണം. എന്നിട്ട് ഇത് രാജാവും കണ്ടു കേട്ടോ. ഞങ്ങൾ ചോദ്യം ചോദിക്കാം, ഈ രാജാവിന്റെ പേരെന്താ? അതെ, സുരഭോജ. ഈ രാജാവ് കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്തൊരു അത്ഭുതമാണ്. ഇത് ആ ഭട്ടയുടെ വാക്കുകൾ ആ ദേവി സത്യമാക്കി കൊടുത്തിരിക്കുന്നു. ആ ഭട്ടനെ കൊണ്ടുവരാൻ പറയുന്നു തൻ്റെ ഭടന്മാരെടുത്ത്. എന്നിട്ട് പറഞ്ഞു വേണ്ട, അല്ലെങ്കിൽ ഞാൻ പോയി കാണാൻ തോന്നുന്നു. അങ്ങനെ ഈ രാജാവ് ഭട്ടരെടുത്ത് പോയി. എന്നിട്ട് നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. അങ്ങയുടെ വാക്കുകളെല്ലാം ദേവി സഫലമാക്കി തന്നിരിക്കുകയാണ്. അങ്ങനെ വലിയ ഭക്തനാണെന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ സന്തോഷത്തിൽ രാജാവ് ഈ ഭട്ടയ്ക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തു. ഭാവിക്ക് വേണ്ടതൊക്കെ കുറേ കൊടുത്തു. അങ്ങനെ ഈ കഥ ഇവിടെ തീരാണ്. ഇതിൻ്റെ ഗുണപാഠം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായ ഭക്തി ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരും. പിന്നെ നമ്മുടെ വാക്കുകളൊക്കെ സത്യമാക്കി തരും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരംഭലായിട്ടിന് നന്ദി. അടുത്തതായി പ്രസംഗിക്കാൻ പോകുന്നത് ബദ്രിയാണ്. അപ്പോൾ ബദ്രിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് ബദ്രിനാഥ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കഥയും അതിൻ്റെ ഗുണപാഠം നൽകുകയാണ്. ഞാൻ ഇവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് പ്രഹ്ലാദനും ഇന്ദ്രനും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം ഇന്ദ്രന്റെ രാജസഭയിൽ ഒരു ദേവൻ വന്ന് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, അങ്ങയുടെ രാജസഭയുടെ പ്രശസ്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങയുടെ എന്തു പറയാൻ സാധിച്ചു വരുന്ന കാമധേനു മരം വളരെയധികം വേദന സഹിക്കുന്നു. അപ്പോ ദേവേന്ദ്രൻ പറഞ്ഞു, ശരി, നമുക്ക് ദേവഗുരുവോട് പോയി ചോദിക്കാം ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ദേവന്മാരെ ഗുരു? ബൃഹസ്പതി. ശരിയാണ്. അങ്ങനെ അവർ ബൃഹസ്പതിയുടെ ആശ്രമത്തിലേക്ക് പോയി. രണ്ട് കാര്യം പറഞ്ഞു. അപ്പോ ബൃഹസ്പതി പറഞ്ഞു, ദേവേന്ദ്ര, അങ്ങയുടെ ത്രിലോകങ്ങൾ ഭരിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ദേവേന്ദ്രൻ വളരെ ആശ്ചര്യമായി പറഞ്ഞു, അല്ല, ത്രിലോകനാഥനായ മഹാവിഷ്ണു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനെ കൊന്നുകഴിഞ്ഞല്ലോ, പിന്നെന്താണ് എനിക്ക് ത്രിലോകങ്ങൾ ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ അസുരന്മാരാരും ഇപ്പോൾ ശേഷിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഇപ്രാവശ്യം നിന്റെ പറഞ്ഞാൽ ഞാൻ തട്ടിപ്പറിച്ചത് വേറെ ആരുമല്ല, പ്രഹ്ലാദൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇത് വളരെ ആശ്ചര്യമായി ദേവേന്ദ്രന്. അപ്പോ ബൃഹസ്പതി പറഞ്ഞു, ഒരാളുടെ
ഏതെങ്കിലും ശക്തി കൈവരിക്കണമെങ്കിൽ അവൻ്റെ നിന്ന് വരം വാങ്ങുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അതായത് അസുരന്മാരെ ഭക്തി. പക്ഷെ ഈ കാര്യത്തിൽ നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം വിഷ്ണുഭക്തനായ പ്രഹ്ലാദനാണ് നമ്മുടെ മുമ്പിലുള്ള ശത്രു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ ഇന്ദ്രൻ ചോദിച്ചു, പിന്നെന്താണ് നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോ ബൃഹസ്പതി പറഞ്ഞു, എനിക്കിതിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ നീ അസുരഗുരുവായ ശുക്രാചാര്യരോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ബാക്കി ദേവന്മാരെ കൂട്ടി അസുരഗുരു ശുക്രാചാര്യന്റെ ആശ്രമത്തിലെത്തി. അതിന്റെ കാര്യം പറഞ്ഞു. അപ്പോ അസുരഗുരു പറഞ്ഞു, ഇതത്ര സാധാരണ കാര്യമല്ല. കാരണം വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ കയ്യിലാണ് നിന്റെ ഭരണാധികാരം. അതുകൊണ്ടാണ് ഇതത്ര നിസ്സാര കാര്യമല്ല. അപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭരണാധികാരം തിരികെ കിട്ടിയില്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കുക. അതുകൊണ്ട് ദയവായി എന്തെങ്കിലും മാർഗം പറയാൻ പറഞ്ഞു. അപ്പോ അസുരഗുരു കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നീ അവനെ നിന്ന് എങ്ങനെയും ധർമ്മം കൈവരിക്കാൻ പറഞ്ഞു. അപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ ദേവതകളും ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ തിരികെ ദേവലോകത്തേക്ക് പോണ വഴിക്ക് അദ്ദേഹത്തിന് ഒരു ഉപായം കിട്ടി. ആ ഉപായം ഇങ്ങനെയായിരുന്നു, ഒരു ബ്രാഹ്മണ പുത്രനായി അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഹ്ലാദനെ ബ്രാഹ്മണന്മാരെ വളരെയധികം ബഹുമാനിക്കുമായിരുന്നു. അവരെ എന്ന് പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും അവന്റെ ധർമ്മം കൈവരിക്കുക, ഒരു ബ്രാഹ്മണനായി പോയി കൈവരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രഹ്ലാദന്റെ രാജസഭയ്ക്ക് പോയി. അങ്ങനെ പ്രഹ്ലാദൻ ആ ബ്രാഹ്മണനായി വന്ന ഇന്ദ്രനെ വളരെയധികം സ്വീകരിച്ചു. എന്നിട്ട് ഇന്ദ്രൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, ശരി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങേക്ക് എങ്ങനെയാണ് ത്രിലോകങ്ങൾ ഭരിക്കാനുള്ള അധികാരം കിട്ടിയെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണന്മാരെ എതിർക്കാരോ അതോ അവരെ ബഹുമാനിക്കാതെ ചെയ്യാറില്ല. അതിനു പകരം അവരെ വളരെയധികം ബഹുമാനിക്കുകയും പിന്നെ അവരെന്താണോ പറയണത് അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് കുറെ ധർമ്മം അതിൽ നിന്ന് നേടി. അങ്ങനെയാണ് എനിക്ക് ത്രിലോകങ്ങൾ ഭരിക്കാനുള്ള അധികാരം കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോ പ്രഹ്ലാദന് ഈ ചോദ്യം കേട്ടിട്ട് വളരെ ആശ്ചര്യമായി. കാരണം അവനറിവ് കിട്ടാനുള്ള അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് പ്രഹ്ലാദൻ തന്നെ ചോദിച്ചു, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചാലും ഞാൻ അത് തരുമെന്ന് പറഞ്ഞു. അപ്പോ ദേവേന്ദ്രൻ ഇത് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ എല്ലാ ധർമ്മം തരാൻ പറഞ്ഞു. അപ്പൊ പ്രഹ്ലാദൻ ഭയങ്കര ആശ്ചര്യം. അപ്പൊ എന്നിട്ട് നോക്കിയവനെ. അപ്പോ ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങേക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ ഇതൊരു അവസരമായാണ് കണക്കാക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ നല്ല കർമ്മങ്ങളും അങ്ങേക്ക് തരാണെന്ന് പറഞ്ഞു. അപ്പോ പണ്ടൊക്കെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആർക്കാണോ കൊടുക്കണേ അവൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് പണ്ട് ദാനം ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒഴിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ നല്ല കർമ്മങ്ങളും അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് മടങ്ങി. ആ മടങ്ങിയ നേരത്ത് തന്നെ പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് 5 ദേവതകൾ ഇറങ്ങി. അതിലൊരു ദേവത ധർമ്മം, നീതി, സത്യം, ന്യായം, ശക്തി, ധനദേവത, ഇങ്ങനെ 6 ദേവതകളായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് അവിടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവസാനം ധനദേവതയായ ലക്ഷ്മി ദേവി പോണ സമയത്ത് പ്രഹ്ലാദൻ ചോദിച്ചു, ആ ബ്രാഹ്മണൻ ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോ ദേവി പറഞ്ഞു, അത് വേറെ ആരും പറഞ്ഞല്ല, ഇന്ദ്രൻ തന്നെയാണ്, ഇന്നെ കബളിപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്കൊക്കെ ആണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമൊക്കെ ആവില്ലേ. പക്ഷെ പ്രഹ്ലാദൻ മാത്രം അത് ശാന്തനായിട്ട് ഒരു കാര്യമൊക്കെയാണ്. ആ കാര്യം ഇതായിരുന്നു, ധർമ്മത്തിന് ഇത്രയധികം ദേവികളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ?
എനിക്ക് ധർമ്മം ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കഥ അവസാനിക്കത്. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഈ പറഞ്ഞതിൽ എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ സർവേശ്വരൻ്റെ കാൽക്കളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. ഭദ്രയ്ക്ക് നന്ദി. അടുത്തതായി വേദിയിൽ പ്രസംഗിക്കാൻ പോകുന്നത് അഭിനവ് ബിയാണ്. അപ്പൊ അഭിനവ് ബിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഭിനവ് ബി. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വെച്ചാൽ ഒരു കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. കഥ എന്താണെന്ന് വെച്ചാൽ മഹാഭാരത കഥയിൽ നിർത്ത ദ്രോണനും ദ്രുപദനും എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കടക്കാം. ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണനും പാഞ്ചാല രാജപുത്രനായ ദ്രുപദനും സഹപാഠികളായിരുന്നു. ഇരുവരും ആയുധാഭ്യാസത്തിന് പരിശീലിക്കാൻ അഗ്നിവേശന്റെ അടുക്കലാണ് വന്നെത്തിയത്. പക്ഷേ ദ്രോണന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ അവസ്ഥയെല്ലാം ദ്രുപദന് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദ്രുപദൻ ദ്രോണന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, സുഹൃത്തെ, നമ്മളുടെ സുഹൃത്ത് ബന്ധം ആയുഷ്കാലം നിലനിൽക്കുന്ന എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാഞ്ചാല രാജ കിരീടത്തിന് അവകാശിയാകുമ്പോൾ ഞാൻ നിന്റെ ദാരിദ്ര്യമെല്ലാം മാറ്റിത്തരാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇരുവരെയും ആയുധാഭ്യാസമെല്ലാം പൂർത്തിയായി. അഗ്നിവേശന്റെ ആശ്രമത്തിൽ നിന്ന് ഇരുവരും പിരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ദ്രുപദൻ പാഞ്ചാല രാജ്യത്തിന്റെ കിരീടാവകാശമായി. ദ്രോണൻ കൃപി എന്ന കൃപാചാര്യയുടെ സഹോദരിയായ കൃപിയേനും വിവാഹം കഴിച്ചു. അതിലൂടെ ഒരു ആൺകുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ജനിച്ച വർഷം കുതിരയുടെ സൗണ്ട് വന്ന കാരണം അവന് അശ്വത്ഥോമ എന്ന് പേരിട്ടു. ആ കുഞ്ഞ് അസ്ത്രവിദ്യമെല്ലാം പഠിച്ചെടുത്തത് പരശുരാമനിൽ നിന്നായിരുന്നു. അങ്ങനെ വർഷം കഴിഞ്ഞ ഒരു ഭീഷ്മർ പാണ്ഡവർക്കും കൗരവരെയും അസ്ത്രവിദ്യകളും ആയുധാഭ്യാസവും പഠിപ്പിക്കാൻ ഒരു ആളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ പാണ്ഡവരും കൗരവും കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു ഊക്കിലടിച്ചപ്പോൾ ആ കുട്ടി തെറിച്ച് കിണറ്റിലേക്ക് വീണു. ആ വഴി തന്നെ ഒരു ബ്രാഹ്മണൻ നടന്നു പോവുകയുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ആ കുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഒന്നിനൊന്നായി ദർഭപ്പുല്ല് ഇട്ട് ആ കുട്ടിയെ എടുത്ത് കൊടുത്തു. ഈ വിചിത്രമായ അസ്ത്രപ്രയോഗം കണ്ട് കുട്ടികൾ അതിശയിച്ചു പോയി. കുട്ടിയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഭീഷ്മർ അറിയുകയുണ്ടായി. അപ്പോൾ തന്നെ ഭീഷ്മർക്ക് മനസ്സിലായി ഇത് ദ്രോണർ തന്നെയാണ്. അങ്ങനെ ആൾക്കാരെ അയച്ച് ദ്രോണർ ഹസ്തിനപുരത്തിലേക്ക് ആ ബ്രാഹ്മണനെ വർത്തിച്ചു. ഭീഷ്മരുടെ കണക്കുകൂട്ടലൊന്നും തെറ്റിയില്ല. അത് ദ്രോണർ തന്നെയായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് അസ്ത്രവിദ്യയും ആയുധാഭ്യാസവും ഒരാളെ അന്വേഷിച്ചിറക്കുകയായിരുന്നു. അപ്പോൾ ദ്രോണനെ ഗുരുവായിട്ട് അവരെ നിയമിച്ചു. പിറ്റേന്ന് ദ്രോണൻ അഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് കുമാരന്മാരെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ അസ്ത്രവിദ്യകളും ആയുധാഭ്യാസവുമെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ തന്നെ
എനിക്കൊരു കാര്യം ചെയ്തു തരാൻ ദക്ഷിണയായിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അർജുനൻ പറഞ്ഞു, ഗുരുവിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഞാൻ നിറവേറ്റി തരും. അതിലൂടെ തന്നെ ദ്രോണർക്ക് അർജുനനെ പ്രിയങ്കനായി തീർന്നു. അങ്ങനെ 106 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയങ്കൻ, അസ്ത്രവിദ്യകളിലും ആയുധാഭ്യാസങ്ങളിലും മികച്ച പ്രയോഗിക്കുന്ന എല്ലാവരും അർജുനൻ ആയിരുന്നു പ്രിയങ്കൻ. അങ്ങനെ ഇരുവരെയും പാണ്ഡവരെയും കൗരവരെയും ആയുധാഭ്യാസം പൂർത്തിയായി. അപ്പോൾ ദ്രോണർ പറഞ്ഞു, എനിക്ക് ദക്ഷിണയായിട്ട് പാഞ്ചാല രാജാവായ ദ്രുപദാചാര്യനെ എൻ്റെ കാൽക്കീഴിൽ ബന്ധിഷ്ഠനാക്കി കൊണ്ടുവരണം. ആദ്യമായി കൗരവരായിരുന്നു കൊണ്ടുവരാൻ പോയത്. നിർഭാഗ്യവശാൽ അത് അവർക്ക് തോൽവി തന്നെയായിരുന്നു. പിന്നെ പാണ്ഡവരിൽ ഭീമനും അർജുനനും പോയി, ബാക്കിയുള്ളവർ പിന്നാലെയും. പാഞ്ചാല രാജാവായ ദ്രുപദനെ അവർ ബന്ധിച്ച് ദ്രോണരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, നീ ചെറുപ്പത്തിൽ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ വാക്കിൽ ഇങ്ങനെയായിരുന്നു, നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഞാൻ പാഞ്ചാല രാജാവിന് കിരീടത്തിൽ അവകാശിയാകുമ്പോൾ ഞാൻ സഹായിക്കാമെന്ന്. പക്ഷേ നീ എനിക്ക് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് പണ്ടത്തെ സുഹൃത്തായതുകൊണ്ട് ഞാൻ നിന്റെ പകുതി രാജാവും എനിക്കും പകുതി രാജാവും നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞ് ദ്രുപദനെ പറഞ്ഞയച്ചു. ദ്രോണർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദ്രുപദനെ പറഞ്ഞയച്ചു. ഇതുകൂടി എൻ്റെ കഥ ഗുണപാഠമെന്നാണ് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിലായാലും എപ്പോഴായാലും വാക്കുകളിൽ നമ്മൾ വില കൽപ്പിക്കണം. പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാൻ പഠിക്കണം. ഇതുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിനയിപ്പിക്ക് നന്ദി. അടുത്തതായി അനയിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യസദസ്സിനെ വന്ദനം. എൻ്റെ പേര് അനയ കെ.വി. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശുരകനും 7 സ്വർണ്ണക്കുടവും എന്ന കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം ഒരു ശുരകൻ മൈതാനത്തിലൂടെ നടന്നു പോകുകയായിരുന്നു. വെയിലത്ത് നടന്ന് ക്ഷീണിച്ച അയാൾ ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു. എന്നാൽ ശുരകൻ അറിയില്ലായിരുന്നു ആ മരം ഭൂതങ്ങളുടെ വാസസ്ഥലമാണെന്ന്. അധികം നേരം കഴിയാതെ തന്നെ ശുരകൻ ഒരു ചോദ്യം കേട്ടു. ആ ചോദ്യം എന്തെന്നാൽ, 7 കുടം നിറയെ സ്വർണം നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? ഇത് കേട്ടപ്പോൾ ശുരകൻ ചുറ്റും നോക്കി, ആരും കണ്ടില്ല. അപ്പൊ ശുരകൻ ആലോചിച്ചു, 7 കുടം നിറയെ സ്വർണമോ? എന്നിട്ട് അത്യാഗ്രഹത്തോടെ തന്നെ പറഞ്ഞു, ശരി, ഞാനത് സ്വീകരിക്കാം. അധികം നേരം വഹിക്കാതെ തന്നെ മറുപടിയും വന്നു, അത് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കാം, നിങ്ങൾ വീട്ടിലേക്ക് പോയാലും. അപ്പൊ ഇത് കേട്ടപ്പോ ശുരകൻ യാത്രയൊക്കെ നിർത്തിവെച്ച് നേരെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാണ്. അപ്പൊ ഓടിച്ചെന്നപ്പോ വീട്ടിന്റെ മുറ്റത്ത് 7 ഭരണികൾ ഇരിക്കണം കണ്ടു. അപ്പൊ ശുരകൻ ഞാനെങ്കിൽ കൗതുകത്തോടെ ഓരോന്നും തുറന്നു നോക്കാൻ തുടങ്ങി. എല്ലാം നിറയെ സ്വർണം. എന്നാൽ 7ാമത്തെ ഭരണിയിൽ മാത്രം പകുതിയേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോ ശുരകന് ലേശം സങ്കടമായി. അപ്പൊ ഇത് നിറയ്ക്കാനായിരുന്നു ശുരകന്റെ ശ്രമം. അപ്പൊ വീട്ടിൽ നിന്ന ആഭരണങ്ങള്, പണം, കൊച്ചു കൊച്ചു സാധനങ്ങൾ എന്നിവ എല്ലായിടത്തും വിറ്റ് പണമാക്കി മാറ്റി അതിന് സ്വർണം വാങ്ങി ഭരണിയിൽ കൊണ്ടിട്ടു. എന്നിട്ടും ഭരണി നിറഞ്ഞില്ല. ഇതൊക്കെ കണ്ടപ്പോ ആകെ സങ്കടമായി. അങ്ങനെ ഒരു ദിവസം
തന്റെ ജോലിക്കായി പോയപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്കെന്താണ് പറ്റിയത്? നീ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. നിനക്കും യക്ഷന്റെ 7 കുടം നിറയെ സ്വർണങ്ങൾ കിട്ടിയോ? അപ്പൊ ഇത് കേട്ടപ്പോ ശുരകൻ പറഞ്ഞു, അതെങ്ങനെ രാജാവിനറിയാം? അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്കും ഇതേമാതിരി കിട്ടി ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ഞാൻ യക്ഷനോട് തിരിച്ചും ചോദിച്ചു, ഈ 7 കുടം നിറയെ സ്വർണം എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന്. അപ്പൊ യക്ഷൻ അപ്രത്യക്ഷമാകുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് കേട്ടപ്പോ ശുരകൻ രാജാവിനോട് ചോദിച്ചു, ഞാൻ ഈ 7 ഭരണി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് നീ തിരിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പൊ ഇത് കേട്ടപ്പോ ശുരകൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് 7 ഭരണി കൊടുക്കാനായി നോക്കിയപ്പോൾ ആ 7 ഭരണിയും അപ്രത്യക്ഷമായി പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സാധാരണ ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കാതെ കൂട്ടിവെക്കുന്നവർക്ക് അവസാനം എല്ലാം നഷ്ടപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അനേക്ക് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അഭിനവ് ടി എസ് ആണ്. അഭിനവ് ടി എസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാനസദസ്സിന് വന്ദനം. എൻ്റെ പേര് അഭിനവ് ടി എസ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മനുഷ്യനും സിംഹവും എന്ന കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. ഒരു ദിവസം ഒരു മനുഷ്യനും ഒരു സിംഹവും ഒരു കാട്ടിൽ നടക്കാനിറങ്ങി. അപ്പോൾ ആ കാട്ടിൽ ധാരാളം ജീവികളുണ്ടായിരുന്നു, പക്ഷികളും മൃഗങ്ങളും. അവർ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഒരു മനുഷ്യൻ പറഞ്ഞു, നോക്കൂ, എൻ്റെ മസിലുകൾ എത്ര ഭാരമേറിയ വസ്തുക്കൾ വരെ എൻ്റെ കൈകൊണ്ട് പൊന്തിക്കാൻ പ്രയാസമില്ല. പിന്നീട് ആ മനുഷ്യൻ കുറച്ച് അഹങ്കാരത്തോടെ സിംഹത്തോട് പറഞ്ഞു. അഹങ്കാരിയായ ആ സിംഹത്തിന് ഇപ്പോൾ തന്നെ ആ മനുഷ്യനെ കടിച്ചു കീറി കഴിക്കാമായിരുന്നു. പക്ഷെ ആ സിംഹം കഴിച്ചില്ല. സിംഹം ഒരു ദയാലുവുമായിരുന്നു. പിന്നീട് സിംഹം പറഞ്ഞു, മനുഷ്യർ ശക്തരല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ മനുഷ്യരെക്കാൾ ശക്തിയുള്ളവരാണ് സിംഹങ്ങൾ. സിംഹം പറഞ്ഞു. പിന്നീട് അവർ പലതിനെയും തർക്കിച്ചു. പിന്നീട് അവർ വീണ്ടും നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ മരങ്ങളുടെ തണലിലൂടെ നടന്നു. പിന്നീട് നടന്ന് തിരി ദൂരം ചെന്നപ്പോൾ ഒരു തുറസമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു കുരുക്കൽ വലിയൊരു പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമേനെ ജനങ്ങൾ കൂട്ടം കൂടി നോക്കി നിന്നു.
ഗുണപാഠം എന്ന് വെച്ചാൽ വിദ്യയാണ് വിജയത്തിന് ആവശ്യം. മനുഷ്യർ വിദ്യ കൊണ്ട് വിജയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനവ് ടി.എസിന് നന്ദി. അതുപോലെ ഇവിടെ പ്രസംഗിച്ച എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഇതോടെ നമ്മുടെ പ്രസംഗം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അടുത്തതായി ഫലപ്രഖ്യാപനമാണ്. ഫലപ്രഖ്യാപനത്തിനായി രാംദാസ് മാസ്റ്ററിനെ അഭ്യർത്ഥിക്കുന്നു. രാംദാസ് മാസ്റ്ററിന് നന്ദി. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനേനെ ഈ പേരിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ബദ്രിനെ ഈ പേരിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരും ആവണം ഈ സ്ഥാനത്ത് നിന്ന് കയ്യടി ഏറ്റുവാങ്ങണത്. അപ്പൊ നമുക്ക് ഈ സഭ അവിടെ അവസാനിപ്പിക്കാം. ശാന്തിമന്ത്രത്തോടുകൂടി നമുക്ക് ഈ സഭ അവിടെ അവസാനിക്കാം. അല്ല, ഇവിടെ ഈ വേദി ഒരുക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രസംഗിച്ച എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി നന്ദി. ഇനി ശാന്തി മന്ത്രത്തോടുകൂടി ഈ സഭ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.